നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. VC നിയമനത്തിൽ UGCയുടെ നിർണായക പരിഷ്കരണം. നിയമനാധികാരം പൂർണ്ണമായും ചാൻസലർക്ക് മാത്രം. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് ചട്ടം ബാധകമെന്നും നിർദ്ദേശം. രാജ്യതലസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന്. 8-ന് വോട്ടെണ്ണും. വോട്ടിംഗ് മെഷീനെതിരായ ആരോപണങ്ങൾ തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് സ്മാരകം. രാജ്ഘട്ടിന് സമീപം സ്മൃതിസ്ഥലിൽ സ്മാരകം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് പ്രണബ് മുഖർജിയുടെ മകൾ ഷർമിഷ്ഠ മുഖർജി. കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ നാണം കെട്ട് പുറത്തേക്ക്. ട്രൂഡോ പാർട്ടിക്ക് ബാധ്യതയെന്ന് MP-മാർ. US-ന്റെ ഭാഗമാവാൻ കാനഡയെ ക്ഷണിച്ച് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ ചൈനീസ് ഭീഷണിയിൽ നിന്ന് സംരക്ഷണം നൽകാമെന്നും വാഗ്ദാനം. ട്രംപിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 20-ന്. ഭൂചലനത്തിൽ വിറച്ച് നേപ്പാൾ. 95 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. മേഖലയിൽ അനുഭവപ്പെട്ടത് 6 പ്രകമ്പനങ്ങൾ. അസമിലെ ഖനി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത് സൈന്യം. HMP വൈറസിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കോവിഡുമായി താരതമ്യമില്ലെന്ന് IMA. മഹാരാഷ്ട്രയിൽ 2 പേർക്ക് കൂടി വൈറസ് ബാധ. തമിഴ്നാട് നീലഗിരിയിൽ മാസ്ക് നിർബന്ധമാക്കി ജില്ലാ ഭരണകൂടം. സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക്. ഇതിനായി ചട്ടങ്ങൾ പരിഷ്കരിച്ച് UGC വിജ്ഞാപനം പുറത്തിറക്കി. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാകും. സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് പൂർണ്ണാധികാരം നൽകുന്ന നിയമപരിഷ്കരണത്തിന്റെ കരട് UGC വിജ്ഞാപനം ചെയ്തു. വൈസ് ചാൻസലറുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങളാണ് പുറത്തിറക്കിയത്. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലറായ ഗവർണറും 2ാമത്തെ അംഗത്തെ UGC ചെയർമാനും നാമനിർദ്ദേശം ചെയ്യും. സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് 3ാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം. പൊതുഭരണ രംഗത്തുൾപ്പെടെ കഴിവ് തെളിയിച്ചവരെയും സെർച്ച് കമ്മിറ്റിക്ക് VC സ്ഥാനത്തേക്ക് പരിഗണിക്കാം. വൈസ് ചാൻസലർ നിയമനത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ ഗവർണർ സർക്കാർ പോര് രൂക്ഷമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ കരട് ചട്ടം UGC ഇറക്കിയത്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നടത്തുന്ന VC നിയമനം അസാധുവാകും. ജനം, ഡൽഹി. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 5-ന്. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഫെബ്രുവരി 8-ന് പുറത്തുവരും. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. Date of poll is 5th and counting is 8th and 5th again we have very deliberately kept Wednesday. क्योंकि हम सोचते हैं सब दिल्ली वाले वोट करें, इसलिए इस बार भी महाराष्ट्र की तरह हमने इसको वेडनेसडे में रखा है. Entire election process after counting will be complete by 10th. 2025 ആദ്യ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി 29 നാൾ. വരുന്ന വെള്ളിയാഴ്ച മുതൽ സ്ഥാനാർത്ഥികൾക്ക് പത്രിക നൽകാം. 17-ആണ് അവസാന തീയതി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 18-ന് നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ഡൽഹിക്കായി പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല. ക്യാബിനറ്റ് സെക്രട്ടറിയോട് ഇക്കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. ऐसी दिल्ली स्पेसिफिक हम आज ही चिट्ठी इशू कर देंगे. कैबिनेट सेक्रेटरी साहब को आज ही स्टैंडिंग इंस्ट्रक्शन इशू करेंगे कि कोई भी दिल्ली स्पेसिफिक बजट में चीज का शामिल नहीं किया जा सकता विच कैन डिस्टर्ब द लेवल प्लेइंग फील्ड. फॉर पैन इंडिया देयर इज नो प्रॉब्लम एंड दैट्स द प्रैक्टिस ऑलवेज व्हेनेवर द वोटर अकाउंट और
the elections happened during the budgets happened during the election process. 1.55 കോടി വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. 83.49 ലക്ഷം സ്ത്രീ വോട്ടർമാരും 71.74 ലക്ഷം പുരുഷ വോട്ടർമാരും 2.08 ലക്ഷം കന്നി വോട്ടർമാരുമുണ്ട്. ജനം, ഡൽഹി. അഴിമതി സംഘത്തെ പുറത്താക്കാൻ ജനങ്ങൾക്കുള്ള അവസരമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് BJP. കുടിവെള്ളം പോലും നൽകാൻ സാധിക്കാത്ത ആം ആദ്മി സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കണമെന്നും BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിലേറണമെന്നും സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം. പൊതുപണം കൊള്ളയടിച്ച അഴിമതി സംഘത്തെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സമയമായി എന്ന മുദ്രാവാക്യത്തോടെയാണ് ഡൽഹിയിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുന്നത്. വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാത്ത ആം ആദ്മി സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും രാജ്യ തലസ്ഥാനത്തിന്റെ വികസനത്തിനായി BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരണമെന്നുമാണ് പ്രചാരണം. കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ജനങ്ങൾക്ക് ഉറപ്പാക്കാൻ ആം ആദ്മി സർക്കാരിന് സാധിച്ചിട്ടില്ല. ചില സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അഴിമതി നടത്തിയ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയെ ഗുരുതരമായ മലിനീകരണ പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. जिन लोगों ने दिल्ली को लूटने का काम किया है, उस आपदा को दिल्ली से भगाने का काम 5 फरवरी को होगा और 8 तारीख को दिल्ली में डबल इंजन की भाजपा की सरकार बनेगी. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്നുമാണ് ആം ആദ്മിയുടെ വാദം. അഴിമതി ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് MLAയും ഡൽഹി മന്ത്രിയുമായ സൗരവ് ഭരദ്വാജ് പറഞ്ഞു. मगर अभी चुनाव हो रहे हैं तो हम पूरी तरीके से तैयार हैं और मुझे लगता है कि पिछली बारों की तरह ही भारतीय जनता पार्टी को बहुत कम सीटें आएंगी और आम आदमी पार्टी को एक बड़ा बहुमत, छोटा बहुमत नहीं, एक बड़ा बहुमत जो है आम आदमी पार्टी को मिलेगा. അഴിമതി പണം ചിലവഴിച്ചുകൊണ്ട് ആം ആദ്മി വോട്ട് വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. इंडी मुन्नणियल्लादे ഡൽഹിയിൽ ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കുകയാണ്. कि हमारे यहाँ का जो कैंडिडेट है आम आदमी पार्टी का मुख्यमंत्री भी है, तो दिल्ली में उसने क्या किया क्या नहीं कर पाया वो तो सवाल हम पूछेंगे. नई दिल्ली में एक विधायक के तौर पर उसने क्या किया है 10 साल में, ये तो बहुत बड़ा सवाल बनता है, क्योंकि ये सवाल मैं नहीं पूछ रहा हूँ. जहाँ मैं जाता हूँ लोग एकदम निराशा प्रकट करते हैं कि ऐसा हमको विधायक मिला, न कभी आया न उन्होंने कभी काम किया. 2020 തെരഞ്ഞെടുപ്പിൽ 70-അംഗ നിയമസഭയിൽ 62 മണ്ഡലങ്ങൾ ആം ആദ്മിയും 8 ഇടങ്ങളിൽ BJPയുമാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായിരിക്കുകയാണ്. ആം ആദ്മി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് BJPയുടെ പ്രചാരണം. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നിന്നും മനോജ് കുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് ഉചിതമായ സ്മാരകം സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഡൽഹിയിൽ രാഷ്ട്രീയ സ്മൃതി സമുച്ചയത്തിലാണ് സ്മാരകത്തിന് സ്ഥലം അനുവദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രണബ് മുഖർജിയുടെ മകളും എഴുത്തുകാരിയുമായ ഷർമിഷ്ഠ മുഖർജിയാണ് ഇക്കാര്യം അറിയിച്ചത്. കുടുംബം ആവശ്യപ്പെടാതെ തന്നെ സ്മാരകം നിർമ്മിക്കാനുള്ള മോദി സർക്കാരിൻ്റെ തീരുമാനത്തിന് നന്ദി അറിയിക്കുന്നതായും ഷർമിഷ്ഠ മുഖർജി എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ഏറെ വിവാദങ്ങളായിരുന്നു പല ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ. അതേസമയം അതിനിടയിലാണ് പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട് പ്രണബ് മുഖർജിയുടെ ഈ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഷർമിഷ്ഠ മുഖർജി, അദ്ദേഹത്തിൻ്റെ മകൾ അതിന് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഐസൻ, അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് ഉചിതമായ സ്മാരകം സ്ഥാപിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രണബ് മുഖർജിയുടെ മകൾ ഷർമിഷ്ഠ മുഖർജി നേരത്തെ കോൺഗ്രസ് ഈ പ്രണബ് മുഖർജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ചേർന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുകയോ യാതൊരു തരത്തിലും ആത്മാർത്ഥതയില്ലാത്ത ഇടപെടലാണ് പ്രണബ് മുഖർജിയുടെ മരണത്തിൽ കോൺഗ്രസ് നടത്തിയത് എന്ന ആരോപണം അടുത്തിടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഭരണവേളയിൽ ഷർമിഷ്ഠ മുഖർജി തന്നെ ആരോപണം ഉയർത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രണബ് മുഖർജിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ രാഷ്ട്രീയ സ്മൃതി സ്ഥലാണ്, അതായത് മുൻ പ്രധാനമന്ത്രിമാർ, മുൻ രാഷ്ട്രപതിമാർ, പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ മരണശേഷം അവർക്ക് സ്മൃതി കുടീരം ഒരുക്കുന്ന ഡൽഹിയിലെ രാഷ്ട്രീയ സ്മൃതി സ്ഥലാണ്
മുൻ രാഷ്ട്രപതി കൂടിയായിട്ടുള്ള പ്രണബ് മുഖർജിക്ക് ഉചിതമായ സ്മാരകം പണിയുന്നതിന് സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതുജനത്തെ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം കുടുംബം ആവശ്യപ്പെടാതെ തന്നെ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയും പ്രണബ് മുഖർജിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഇത്തരത്തിലൊരു ആദരവ് കാണിച്ചതിലും മോദി സർക്കാരിനോട്, കേന്ദ്ര സർക്കാരിനോട് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു എന്നുള്ളതുമാണ് ശർമിഷ്ഠ മുഖർജി ചൂണ്ടിക്കാട്ടിയത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഭരണത്തിൽ ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നിരുന്നു. അതായത് മൻമോഹൻ സിംഗിന്റെ മരണവേളയിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ഇത്തരത്തിൽ നേതാക്കളുടെ മരണത്തിൽ കോൺഗ്രസിന്, നെഹ്റു കുടുംബത്തിലെ അല്ലാതെ മറ്റൊരു നേതാക്കളുടെ മരണത്തിലും കോൺഗ്രസിന് ആത്മാർത്ഥമായ ദുഃഖമില്ല എന്നുള്ള കാര്യം ഈ പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ പ്രണബ് മുഖർജി മരിക്കുമ്പോൾ അദ്ദേഹം മുൻ രാഷ്ട്രപതി എന്നതിനപ്പുറത്തേക്ക് മുൻപ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. മൻമോഹൻ സിംഗ് സർക്കാരിൽ, 1ഉം 2ഉം സർക്കാരിൽ ധനവകുപ്പ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും പ്രധാനപ്പെട്ട നേതാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവേളയിൽ അനുശോചന യോഗം ചേരാൻ പോലും കോൺഗ്രസ് തയ്യാറായിരുന്നില്ല എന്ന ആരോപണം ശർമിഷ്ഠ മുഖർജി ഉയർത്തിയിരുന്നു. അതിനു മുൻപ് നരസിംഹറാവുവിന്റെ മരണവേളയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹത്തോട് പോലും അന്ന് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള അനാദരവ് നമുക്കറിയാവുന്നതാണ്. പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് 2015 നരസിംഹറാവുവിന്, മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന് ഉചിതമായ സ്മാരകം ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഉയരുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അത്തരത്തിൽ മുൻ രാഷ്ട്രപതിമാരോ പ്രധാനമന്ത്രിമാരോ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഉചിതമായ സ്മാരകങ്ങൾ അവരെ ഓർമ്മിക്കുക, ശരിയായ രീതിയിൽ ഓർമ്മിക്കുക എന്ന നയം തന്നെയാണ് മോദി സർക്കാരിനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈസൺ. ശരി ജിഷ്ണു. ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിൽ സജീവമായി BJP മുൻ വക്താവ് നൂപുർ ശർമ്മ. ഡൽഹിയുടെ സമഗ്ര വികസനത്തിന് AAP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് നൂപുറിൻ്റെ ആഹ്വാനം. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഉടൻ മടങ്ങുമെന്ന സൂചനയാണ് നൂപുർ ശർമ്മ നൽകുന്നത്. ഡൽഹിയിൽ AAP സർക്കാരിനെതിരെയുള്ള പോസ്റ്ററാണ് നൂപുർ ശർമ്മ എക്സിൽ പോസ്റ്റ് ചെയ്തത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് താൻ ഉണ്ടാകുമെന്ന സന്ദേശം നൽകുകയാണ് നൂപുർ. അടുത്തിടെ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വേദികളിൽ നൂപുർ ശർമ്മ എത്തിയിരുന്നു. 2015 ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP സ്ഥാനാർത്ഥിയാക്കിയത് തീപ്പൊരി നേതാവ് നൂപുർ ശർമ്മയാണ്. തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായിരുന്ന BJP നൂപുറിലൂടെ രണ്ടാമതെത്തി. 30ാം വയസ്സിലാണ് നൂപുർ ശർമ്മ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ചത്. ചാനൽ ചർച്ചയിൽ ഖുറാൻ വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് നൂപുർ ശർമ്മയെ BJP ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. ചർച്ചയിൽ തസ്ലീമ റഹ്മാനി എന്ന മുസ്ലിം മതപണ്ഡിതൻ ശിവലിംഗ ആരാധനയെ തുടർച്ചയായി അപമാനിച്ചപ്പോൾ അതിനെ ഖുറാൻ ഉദ്ധരിച്ച് മറുപടി നൽകുക മാത്രമാണ് നൂപുർ ചെയ്തത്. 2022 ജൂൺ 22 നൂപുർ ശർമ്മയെ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. ABVP-യിലൂടെ സംഘടനാ രംഗത്തെത്തിയ നൂപുർ BJP ഡൽഹി ഘടകത്തിന്റെ വക്താവും പിന്നീട് ദേശീയ വക്താവുമായി പ്രവർത്തിച്ചു. ജനം, ഡൽഹി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റാന്വേഷണങ്ങൾക്ക് ഭാരത് പോർട്ടൽ കൂടുതൽ സഹായിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. രാജ്യത്തെ എല്ലാ ഏജൻസികൾക്കും സംസ്ഥാന പോലീസിനും പുതിയ പോർട്ടലിലൂടെ ഇന്റർപോളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയും. ഇത് കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനും അന്വേഷണം കാര്യക്ഷമമാക്കാനും ഉപകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. भारत पोल हमारे देश के अंतर्राष्ट्रीय इन्वेस्टिगेशन को एक अलग युग में ले जाने वाली एक शुरुआत है. एक प्रकार से अब तक इंटरपोल के साथ काम करने के लिए एक ही एजेंसी नामित थी, CBI. मगर भारत पोल की संरचना होने के साथ भारत की हर एजेंसी, हर राज्य की पुलिस अपने आप को बहुत सरलता के साथ इंटरपोल के साथ कनेक्ट कर पाएगी और सीधा गति अपने इन्वेस्टिगेशन को देने में उनको बहुत सहायता होगी. एजेंसी तो बाद में भी CBI ही रहेगी, परंतु इस तकनीक के आधार पर खड़ी की गई व्यवस्था के माध्यम से ढेर सारी दूरियों को हम मिटा पाएंगे, ढेर सारी सूचनाओं को हम प्राप्त कर पाएंगे और सटीकता के साथ अनेक प्रकार के दुनिया के क्राइम का विश्लेषण कर हमारे यहाँ क्राइम होने से पहले इसको रोकने की संरचना भी खड़ी कर पाएंगे.
കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയിൽ നിന്ന് ട്രൂഡോയ്ക്ക് എതിർപ്പുകളുണ്ടായിരുന്നു. ഖാലിസ്ഥാനികൾ നേതൃത്വം നൽകുന്ന NDPയും എതിർപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് രാജി. പ്രധാനമന്ത്രി പദവും പാർട്ടി അധ്യക്ഷ സ്ഥാനവും ട്രൂഡോ രാജിവെച്ചു. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കാനഡയിലേത്. ജസ്റ്റിൻ ട്രൂഡോ നേതൃത്വം നൽകുന്ന ലിബറൽ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുകളുണ്ടായി. മാത്രമല്ല, ട്രൂഡോയെ പിന്തുണച്ചിരുന്ന ഖാലിസ്ഥാൻ വിഭാഗങ്ങളുടെ പാർട്ടിയായ NDPയും എതിർപ്പറിയിച്ചിരുന്നു. തുടർന്നാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി പ്രഖ്യാപനം ഉണ്ടായത്. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. Last night I asked the president of the Liberal Party to begin that process. This country deserves a real choice in the next election, and it has become clear to me that if I'm having to fight internal battles, I cannot be the best option in that election. നേരത്തെ ട്രൂഡോയുടെ നയങ്ങളോട് എതിർപ്പറിയിച്ച് ധനകാര്യമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് രാജി സമർപ്പിച്ചിരുന്നു. നിരവധി ലിബറൽ പാർട്ടി MPമാരും എതിർപ്പറിയിച്ചു. അമേരിക്കയുടെ അധിക നികുതി നീക്കത്തെ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് പാർട്ടിക്കുള്ളിൽ എതിർപ്പ് വിളിച്ചു വരുത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് നേതൃസ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനവും ഒരേ സമയം ട്രൂഡോ രാജിവെക്കുകയും ചെയ്തത്. കാനഡ വൈകാതെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. US-ന്റെ 51ാം സ്റ്റേറ്റ് ആകാൻ കാനഡയെ ക്ഷണിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കനേഡിയൻ പൗരന്മാർ അത് ആഗ്രഹിക്കുന്നു. അമേരിക്കയുടെ ഭാഗമായാൽ കനേഡിയൻ പൗരന്മാർക്ക് നികുതി ഭാരം ഉണ്ടാകില്ല. റഷ്യൻ ചൈനീസ് ഭീഷണിയും കാനഡയ്ക്ക് ഉണ്ടാകില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കനേഡിയൻ ജനതയുടെ വലിയൊരു വിഭാഗം കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആകാൻ കാനഡയെ ക്ഷണിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അത്തരത്തിൽ അമേരിക്കയുടെ ഭാഗമായാൽ കനേഡിയൻ പൗരന്മാർക്ക് വലിയ നികുതി ഭാരം ഉണ്ടാകില്ല. മാത്രമല്ല, അമേരിക്ക എന്ന മഹത്തായ രാജ്യത്തിൻ്റെ സുരക്ഷ അവർക്ക് അനുഭവിക്കുകയും ചെയ്യാം. കാനഡയെ വലയം ചെയ്യുന്ന റഷ്യൻ ചൈനീസ് പടക്കപ്പലുകളിൽ നിന്നും പൂർണ്ണമായും ജനത സുരക്ഷിതരായിരിക്കും. മഹത്തായ രാജ്യമാകാൻ പോകുന്ന അമേരിക്കയുടെ നേട്ടം കനേഡിയൻ പൗരന്മാർക്കും ലഭിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമ കുറിപ്പിൽ പറയുന്നു. ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദം രാജിവെക്കുന്നതിന് തൊട്ടുമുമ്പാണ് ട്രംപിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റ്. പല വിഷയങ്ങളിലും കാനഡയും അമേരിക്കയും തമ്മിൽ സഹകരണം നിലനിൽക്കുന്നുണ്ട്. ഖാലിസ്ഥാൻ അനുകൂല നിലപാടുകൾ പുലർത്തുന്ന ജസ്റ്റിൻ ട്രൂഡോ ഭരണകൂടം ഭീകരതയുമായി സമരസപ്പെടുന്ന സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഈ നിലപാടിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിക്കുന്ന കനേഡിയൻ ജനതയെ കൃത്യമായി സ്വാധീനിക്കാനാണ് ട്രംപിന്റെ നിലപാട്. ഭീകരവിരുദ്ധ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവാണ് ട്രംപ് എന്നതും ചേർത്ത് വായിക്കുമ്പോഴാണ് സമൂഹമാധ്യമ പോസ്റ്റിന്റെ ലക്ഷ്യം തെളിയുക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദവി രാജിവെച്ചതിനു പിന്നാലെ കാനഡയെ നയിക്കാനാരെയെന്ന ചർച്ചകൾ സജീവം. മെലാനി ജോളി, അനിത ആനന്ദ്, ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് തുടങ്ങിയവരുടെ പേരുകളാണ് കാനഡയിൽ ഉയരുന്നത്. ലിബറൽ പാർട്ടിയെ നയിക്കാൻ ഭാരതവംശജയായ അനിത ആനന്ദ് എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ കാനഡ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയാണ് അനിത ആനന്ദ്. ഭാരതവുമായുള്ള കാനഡയുടെ നയതന്ത്ര ബന്ധം മോശമായി തുടരുന്നതിനിടെ ചൊവ്വാഴ്ചയാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത്. പ്രധാനമന്ത്രി പദവി രാജിവെച്ചതിനൊപ്പം ലിബറൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് കാനഡയെ നയിക്കാൻ ആര് എന്ന ചോദ്യം ഉയർന്നത്. പിന്നാലെ അനിത ആനന്ദിനെ പ്രധാനമന്ത്രിയാക്കുന്ന കാര്യങ്ങളും ചർച്ചയായി. നിലവിൽ കാനഡ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയാണ് അനിത ആനന്ദ്. നോവ സ്കോട്ടിയയിലാണ് അനിത ജനിച്ചു വളർന്നതെങ്കിലും അനിതയുടെ പിതാവ് തമിഴ്നാട് സ്വദേശിയും അമ്മ പഞ്ചാബ് സ്വദേശിനിയുമാണ്. ക്യൂൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ ബിരുദം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമശാസ്ത്രത്തിൽ ബിരുദം, ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദം എന്നിവ നേടിയാണ് അനിത രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. 2019 ഓക്വില്ലയിൽ നിന്നും ആദ്യമായി പാർലമെന്റിലെത്തി. 2019 മുതൽ 2021 വരെ പൊതുസേവന മന്ത്രിയായും ദേശീയ പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. പ്രതിരോധ മന്ത്രിയായിരിക്കെ റഷ്യയുമായുള്ള യുദ്ധത്തിനായി യുക്രൈനിന് സഹായം നൽകുന്നതിനുള്ള കാനഡയുടെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും അനിതയായിരുന്നു. ഈ നേതൃത്വ പാടവം തന്നെയാണ് അനിതയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള പ്രഥമ കാരണവും. രാഷ്ട്രീയക്കാരി എന്നതിലുപരി അഭിഭാഷക കൂടിയാണ് അനിത ആനന്ദ്. ന്യൂസ് ഡെസ്ക്, ജനം. രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു. നമസ്തേ.